പാലക്കാട് മുതലമടയിൽ ആദിവാസി യുവാവിന് 5 ദിവസം പട്ടിണിക്കിട്ട് മർദ്ദിച്ചെന്ന് പരാതി. മുതലമട സ്വദേശി വെള്ളയൻ എന്ന യുവാവിനെയാണ് ഫാം സ്റ്റേ ഉടമ മർദ്ദിച്ചത്. വെള്ളയനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പഞ്ചായത്ത് അംഗം കൽപ്പന ദേവിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും പോലീസും ചേർന്നാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത്. ആദ്യം നമുക്ക് നമ്മുടെ ആളിനെ എടുക്കുക, ബാക്കിയൊക്കെ നാളെ നിങ്ങൾ എന്താ പറയണമെന്ന്. 10 மணிக்கு போனா போதும், 9 மணிக்கு போனா போதும், எங்க சதுங்க அப்பதான் கதவு தட்டி அக்கடி போயிட்டு இருப்பாங்க. இதுதான் கண்டிஷன். இன்னைக்கு விடுறேன், நாளைக்கு விடுறேன், இதான் பேச்சு. அப்படி அதை சொல்லுங்க. முதல்ல 2 வீரத்துக்கு 10 வீரர் கணக்கு சொன்னா அந்த 10 வீரர் கணக்கட்டிட்டு போனா போதுன்னு சொல்லங்காட்டி உங்க அம்மா வந்து பணம் தர்றேன்னு நான் அன்னைக்கு காலை விட்டு போறேன்னு காட்டி அது முடியாது, பணம் கட்டிட்டு போனா போதும். இன்னைக்கு கஞ்சியில வடுக்க வச்சுட்டாங்க. அவன் அடிச்சா உதத்த எல்லாம் பண்ணினான். 5 நாளா பண்ண 5 நாளா 5 நாளா அடிச்சாங்க. சாப்பாடு ஒரு எத்தனை நேரம் கொடுத்தாங்க சார்? சாப்பாடு எப்பவுமே ஒரு நேரம் தான் கொடுக்குறாங்க. ஒரு நாளைக்கு ஒரு நேரம் അടിയും இருக்குது, സാപ്പാടും ഒരു നേരം. ആമാ. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? എന്താണ് സംഭവിച്ചത്? ധന്യ, ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. ഒരു മനുഷ്യനെ 5 ദിവസം ഒരു മുറിക്കകത്ത് അടച്ചിട്ടുകൊണ്ട് ഈ മതിയായ ഭക്ഷണം നൽകാതെ മർദ്ദിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വെള്ളയൻ എന്ന ആദിവാസിയെ രക്ഷിച്ച ഈ വ്യക്തികളുണ്ട്. ഈ വാർഡ് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ കൽപ്പന ദേവി, പൊതുപ്രവർത്തകനും ആദിവാസി ആക്ടിവിസ്റ്റുമായ മാരിയപ്പൻ അടക്കമുള്ള ആളുകളാണുള്ളത്. ഇത് എന്താണ് സംഭവിച്ചത്? ആള് അവിടെ പണിക്ക് പോയതെന്നാണ് നമ്മൾ കേട്ടത്. പണിക്ക് പോയപ്പോൾ മദ്യമം ഒരു കുപ്പി എടുത്ത് കുടിച്ചു എന്നാണ് ഈ അദ്ദേഹം പറയണത്. അതിന് 5 ദിവസം കൂട്ടിയിട്ടിട്ട് ഭക്ഷണം കൊടുക്കാതെ ഭയങ്കര എന്താ ചെയ്യാ, ഒരു മനുഷ്യൻ ചെയ്യാത്ത രീതിയിലാണ് ഒരു ആദിവാസീനെ കഷ്ടപ്പെടുത്തിയത്. അപ്പോൾ അത് ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ജോലിക്കാരനാണ് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾക്ക് വിവരം അറിഞ്ഞത് തന്നെ ഞങ്ങൾ അപ്പം തന്നെ അരമണിക്കൂറിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി. 11 മണി ഉണ്ടാവും. ഞങ്ങൾ അങ്ങോട്ട് പോയി 1 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ തപ്പി ആളിനെ കണ്ടിട്ടാണ് പോലീസിനെ വിളിച്ചത്. നേരത്തെ പോലീസിനെ വിളിച്ചപ്പോൾ ഫോണ് കിട്ടിയില്ല. ഈ റിസോർട്ടിലെ ഈ തോട്ടത്തിൽ തൊഴിലാളിയാണ് അദ്ദേഹം. ഈ റിസോർട്ടിലെ അവിടെ ഒരു മദ്യം കണ്ടപ്പോൾ അത് എടുത്ത് കുടിച്ചതിനാണ് 5 ദിവസം പൂട്ടിയിട്ടത്. ഓണറാണ്, റിസോർട്ടിന്റെ ഓണറാണ് അദ്ദേഹത്തിനെ വെച്ച് പൂട്ടിയതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ റിസോർട്ടിലെ തന്നെ ഒരു മുറിയിലായിരുന്നു. എവിടെയായിരുന്നു? റിസോർട്ടിന്റെ ഒരു ചെറിയ ഒരു മുറിയിലെ ഒരു മൂത്രപ്പരയില്ലാതെ ഒരു ചെറിയ മുറിയിലാണ് പുള്ളിനെ ബാക്ക് സൈഡ് ആരും കാണാത്ത രീതിയിൽ ഒരു ബാക്ക് സൈഡാണ് അടച്ചിട്ടത്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു കേരളത്തിൽ ഒരു നടക്കാത്ത ഒരു സംഭവമാണ് ഈ മുതലമട പഞ്ചായത്തിൽ ഈ 12ാം വാർഡിലെ ഈ നടന്നിട്ടുള്ളത്. ഞങ്ങൾ ചിലപ്പോൾ പോയിട്ടില്ലെങ്കിൽ ഇദ്ദേഹം മരിക്കാൻ സാധ്യതയും കൂടി ഉണ്ടായിരുന്നു. 54 വയസ്സ് ഉള്ള ആളാണ്. ഇതിലിപ്പോ നിങ്ങളെ ഈ രക്ഷപ്പെടുത്താൻ ഒരുപാട് പ്രയാസപ്പെട്ടും ഉടമ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾ പോലീസിനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു കിലോമീറ്ററകം ഞങ്ങൾ തേടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇൻഫർമേഷൻ കൊടുത്ത ആളും കൂടി അവിടെ ഉണ്ടായിരുന്നില്ല. അയാളിനെ നോക്കാൻ പോകുമ്പോൾ 1 കിലോമീറ്ററിൽ അപ്പുറത്താണ് ഇയാൾ കിടക്കുന്നത്. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ 1 ഏക്കർ 1/2 ഏക്കറിലാണ് അവിടെ റൂമുകൾ ഉള്ളത്. അത് ലഹരിയും കൂടി അവിടെ ഉപയോഗിക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. വലിയ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ നിലവിലുള്ളത്. നിങ്ങളൊക്കെ ഇദ്ദേഹത്തെ മർദ്ദിച്ചിട്ടുണ്ടോ? ചവിട്ടിയതാണ്. മൂത്രം വിളിക്കാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ചവിട്ടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണല്ലോ. ഇത് എങ്ങനെ ഇദ്ദേഹം ഈ 5 ദിവസം കാണാതായപ്പോ അതിനെ കുറിച്ച് ആരും അന്വേഷിച്ചില്ലേ? ഇല്ല ഒന്നും ഇദ്ദേഹത്തിന് ആരുമില്ല. അച്ഛനമ്മ ആരുമില്ല, ഭാര്യയില്ല, ഒരു മകളുണ്ട് തമിഴ്നാട്ടിൽ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആരും അന്വേഷിച്ചില്ല. നമുക്ക് അവിടെ തന്നെ ഇതേപോലെ ബാധിക്കപ്പെട്ട ഒരാളാണ് നമുക്ക് രഹസ്യ വിവരം തന്നത്. ആ വിവരം തന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ പോയത്. പോയി ഞങ്ങളുടെ പോലീസിലൊന്നും പരാതി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഒരു ദൗർഭാഗ്യമെന്ന് പറയട്ടെ, യഥാർത്ഥത്തിൽ ആദിവാസികൾ ഇങ്ങനെ ബാധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ഉദ്യോഗസ്ഥൻ DVSP എന്നാണ് ഞാൻ കേട്ടത്. ഇതിനെ വന്ന് അന്വേഷിക്കുന്ന ആള് DVSP ഇറക്കണം. ഇപ്പൊ സാധാരണ ഒരു വനിതാ പോലീസാണ് ഇവിടെ അയച്ചിട്ടുള്ളത്. ഇത് തന്നെ ഈ കേസിന് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ എന്തായാലും ഈ നിയമപരമായുള്ള SC ST അട്രോസിറ്റി പ്രകാരം കേസെടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇദ്ദേഹത്തെ പൂട്ടിയിട്ട സമയത്ത് രക്ഷപ്പെടുത്താൻ നിങ്ങൾ പോലീസിന്റെ സഹായം തേടിയിരുന്നില്ല? ഇല്ല,
പോലീസിന് ഞങ്ങൾക്ക് സംശയമായിരുന്നു, പേടിയായിരുന്നു. ഇതാണ് ഈ ജില്ലാ ആശുപത്രിയിൽ ഈ അദ്ദേഹം കിടക്കുന്നുണ്ട്. അപ്പുറത്തായി കിടക്കുകയാണ്. ഇപ്പോൾ പോലീസ് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നുണ്ട്. 5 ദിവസമാണ് മതിയായ ഭക്ഷണം പോലും നൽകാതെ മർദ്ദിച്ച് ഒരു ആദിവാസിയെ ഈ പൂട്ടിയിട്ടത്. എന്തായാലും ഇത് സംബന്ധിച്ച് SC/ST അട്രോസിറ്റി നിയമപ്രകാരം കേസെടുക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് ഇവർ ഉന്നയിക്കുന്നത്. ഉടമ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നും ഈ പറയുന്നുണ്ട്. ഈ തെങ്ങിൻ തോപ്പിലാണല്ലേ അത്? തെങ്ങിൻ തോപ്പിനകത്താണ് കിടക്കുന്ന സ്ഥലമാണ്. കാട് പിടിച്ച് കിടക്കുന്ന കുറെ തെങ്ങും കണ്ട മരങ്ങളൊക്കെ വെച്ച് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഈ ചെറിയ കുട്ടികളെ ഉൾപ്പെടെ എത്തിച്ച് പലതരത്തിലുള്ളത് ഞങ്ങൾ പോയ സമയത്ത് ഏറെക്കുറെ 15, 16, 17 വയസ്സിനുള്ള കുറെ കുട്ടികൾ നല്ല മധ്യ ലഹരിയിൽ നടക്കുന്നത് ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾ ആൾക്കാർ കൂടിയപ്പോ പ്രശ്നമാകുന്ന പറഞ്ഞപ്പോൾ കുറെ കുട്ടികൾ കാട്ടിനുള്ളിൽ ഓടിയും പോയി രാത്രി. എവിടുന്നുള്ള കുട്ടികളാ? ഇവിടുത്തെ ആൾക്കാരല്ല. ഞങ്ങൾ ഒരു സ്ത്രീ കിട്ടിയ ആ സ്ത്രീയുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ കാസർഗോഡ് പറഞ്ഞു. പിന്നെ കംപ്ലീറ്റ് ഉള്ള കുട്ടികൾ ഹിന്ദി സംസാരിക്കുന്ന കുട്ടികളായിരുന്നു. ഇവിടെ ഈ സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നു. ഉറപ്പാണ് വേറൊന്നുമില്ല. സെക്സ് റാക്കറ്റാണ് അവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഉടമയുടെ ഫോൺ കോളും അവിടുത്തെ CCTVയും പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മേഖലയിലുള്ള ഒരുപാട് VIP അതിൽ പെടും. ഇതാണ് വലിയ ഇതാണ് ഈ ഹോം സ്റ്റേ. ഒപ്പം തന്നെ പോലീസ് സംരക്ഷിക്കുന്നു എന്നതുകൂടിയാണല്ലോ ഇവരുടെ പരാതി. അത്തരത്തിലൊരു ആരോപണം ശരിവെക്കുന്ന രീതിയാണോ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്? ഇത് ഈ വനത്തോട് ചേർന്നുള്ള ഒരു റിസോർട്ടാണ്. ഉടമ ഉൾപ്പെടെയുള്ള ആളുകളുടെ വിവരങ്ങൾ കൂടി നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കാനുണ്ട്. ഇത് DYSP തലത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കും SC/ST അട്രോസിറ്റി വകുപ്പ് പ്രകാരം ആണെങ്കിൽ ഉണ്ടാവുക. എന്തായാലും വലിയ പീഡനങ്ങൾക്കാണ് അനുഭവിച്ചിരിക്കുന്നത്. കൃത്യമായി ഇതിൽ പൂട്ടിയിട്ടത് കൊണ്ട് തന്നെ ആ മുറിക്കകത്ത് ബാത്റൂം സൗകര്യം പോലുമില്ല. അതുകൊണ്ട് പലപ്പോഴും മലമൂത്ര വിസർജനം പോലും അതിനകത്ത് നടത്തേണ്ടി വന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ഈ പരിക്കേറ്റ ആൾ പറയുന്നത്. ശരി, സാജിദ് ആദിവാസി യുവാവിനോടാണ് ഈ ക്രൂരത കാണിച്ചിരിക്കുന്നത്. മുറിയിൽ പൂട്ടിയിട്ട് ഭക്ഷണം നൽകാതെ 5 ദിവസമായി മർദ്ദിച്ചുവെന്നാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. വിഷയത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അവർക്ക് പോലീസിൽ വിശ്വാസമില്ല എന്ന രീതിയിലൊക്കെയാണ് അവർ പ്രതികരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം അവിടെ ഉയരുന്നുമുണ്ട്. ഏത് തരത്തിലുള്ള അന്വേഷണം നടക്കുമെന്നുള്ളതും ഒപ്പം തന്നെ ഉടമയുടെ വിശദാംശങ്ങളും വരേണ്ടതുണ്ട്.